നയനയെ അനന്തപുരിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ദേവയാനി പോയ വിവരം അമ്മയെയും അച്ഛനെയും വിളിച്ചു പറയാണ് അനാമിക. അമ്മേ, വല്യമ്മയുണ്ടല്ലോ, അവളെ വിളിക്കാനായിട്ടേ അവള് വീട്ടിലോട്ട് പോയിരിക്കുക. ആരെ വിളിക്കാൻ? ആ നയനയെ. ദേവേജിക്കെന്താ പെട്ടെന്നൊരു മാറ്റം? വലിയ ദേഷ്യായിരുന്നല്ലോ അവളെടുത്ത്. പിന്നെ ഇപ്പൊ എന്താ വിളിക്കാനായിട്ട് പോയത്? എനിക്കറിയില്ല അമ്മേ, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല വല്യമ്മയുടെ ഓരോ സ്വഭാവം. മോളെ, ചിലപ്പോ ഉണ്ടല്ലോ വീട്ടുജോലി ചെയ്യാനായിട്ടായിരിക്കും അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാന് ഒരു വേലക്കാരത്തിയെ വെച്ചാ അത്യാവശ്യം ശമ്പളം കൊടുക്കണ്ടേ? ഇതാവുമ്പോ വീട്ടിൽ നിന്ന് ചുമ്മാ പണിയെടുത്തോളൂല്ലോ, അതിനായിരിക്കും അവളെ വിളിച്ചോണ്ട് വരുന്നത്. വല്യമ്മ പറഞ്ഞു പോയതൊക്കെ നോക്കുമ്പോ അതൊന്നുമല്ല കാര്യം. അവളോട് സ്നേഹം തോന്നി തുടങ്ങിയോ എന്നൊരു സംശയം. എന്റെ മകന്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞാ ഇവിടുന്ന് ഇറങ്ങിയത്. മോളെ, നമ്മുടെ കാര്യത്തില് തീരുമാനാവോ? നീ എന്തായാലും വല്യമ്മയെ സോപ്പിട്ട് കൂടെ നിൽക്ക്. അവളിങ്ങ് വരട്ടെ, അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാ എന്ന് അനാമിക പറയുമ്പോ രേവതി പറയുന്നുണ്ട്, മോളെ എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. അമ്മയോട് ഞാൻ മുന്നേ വരാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഞാനിവിടെ കഷ്ടപ്പെടുമായിരുന്നു ജോലി ചെയ്തിട്ട്. അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടെ അമ്മ ഇങ്ങോട്ട് വന്നില്ല. ഇപ്പോ ആ നയനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്താ ഉത്സാഹം ഇങ്ങോട്ട് വരാനായിട്ട്. അവളെല്ലാ പണിയും ചെയ്യുമല്ലോ, അതുകൊണ്ടല്ലേ. എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അങ്ങോട്ട് ഇപ്പൊ തന്നെ വരാം. അവിടെ വന്നേ അവളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വേണുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, വേണുവേട്ടാ, ഞാൻ മോളുടെ വീട്ടിലോട്ട് പോവാ. ഞാൻ കുറച്ചു ദിവസം അവിടെ നിൽക്കാനായിട്ടാ പോകുന്നേ. പെട്ടെന്നെന്താ നീ അവിടെ പോയി നിൽക്കാൻ? ഞാനിവിടെ തനിച്ചല്ലേ. അല്ല, അവിടേക്കേ ആ നയന വരുന്നുണ്ട്. നയനയല്ലേ അവളെ വീട്ടിലോട്ട് പോയത്? അവളെ വിളിക്കാനായിട്ടേ ദേവയാനി ചേച്ചി പോയിട്ടുണ്ടെന്ന്. എന്തായാലും തിരികെ വരുമ്പോ ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റമൊക്കെ കാണുമെന്നാ എനിക്ക് തോന്നുന്നേ. മോളുടെ സംസാരത്തിലും എനിക്ക് അങ്ങനെ തോന്നി. പോയിട്ട് വേണം അക്കാര്യത്തിലൊരു തീരുമാനാക്കാൻ. എന്നാ നീ വേഗം പൊക്കോ. എല്ലാ വിവരങ്ങളും അപ്പപ്പോ എനിക്ക് ഫോൺ ചെയ്ത് പറയണം എന്ന് വേണു പറയുന്നുണ്ട്. അങ്ങനെ രേവതി ഡ്രസ്സും പാക്ക് ചെയ്ത് നേരെ അനന്തപുരിയിലോട്ട് എത്തുകയാണ്. അങ്ങനെ ആദർശും ദേവയാനിയും നയനിയുമായിട്ട് വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. ഈ സമയത്ത് കനക കരയുന്നുണ്ട്. എന്തിനാ കനകയെ കരയുന്നേ? ഞാൻ കൊണ്ടുപോകുന്നത് ഇവളെ പണ്ടത്തെ പോലെ ദ്രോഹിക്കാനൊന്നുമല്ല. കനക നോക്കുന്ന പോലെ തന്നെ അവിടെ ഇവളെ നോക്കിക്കോളും. ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ കനകയോട് ഞാൻ ഇപ്പൊ തന്നെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞതല്ലേ. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് കനകയും നന്ദും കൂടെ വീട്ടിലോട്ട് വരണം. അവിടെ കുറച്ച് ദിവസം നിൽക്കണം. ഇപ്പൊ ഞാൻ നയനമോളെ കൊണ്ടുപോകുന്നത് ചിലർക്കൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് തന്നെയാ. എന്റെ മരുമകള് എന്റെ കൂടെയാ നിൽക്കേണ്ടത്. അങ്ങനെ നയനയെ കാറിലോട്ട് കയറ്റുന്നുണ്ട് ദേവയാനി. ദേവയാനിക്കും നയനയ്ക്കും ഒരേപോലെ തന്നെയാണ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതെങ്കിലും നയനയുടെ ബോഡി കുറച്ച് വീക്കായിരിക്കും. കാരണം ബ്ലഡ് കുറവും പല പ്രശ്നങ്ങളും നയനയ്ക്കുള്ള കാരണം കുറച്ചും കൂടെ കെയർ ചെയ്യേണ്ടത് നയനയായിരിക്കും. അങ്ങനെ നയന അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കനക പറയുന്നുണ്ട്, ഇപ്പോഴാ എനിക്ക് സമാധാനായത്. അതെ അമ്മേ, എന്നാലും ചേച്ചിയെ മനസ്സിലാക്കിയല്ലോ. ചേച്ചിയുടെ നല്ല മനസ്സ് എന്തായാലും വല്യമ്മ അറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാ ഇത്രയും വേഗം അത് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ചേച്ചി നല്ല സന്തോഷത്തിലാ. നവ്യെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അതും ഇതേപോലെ എല്ലാം ശരിയാവും അമ്മേ, അമ്മ പേടിക്കാതിരിക്കുക എന്ന് നന്ദു പറയുന്നുണ്ട്. അനന്തപുരിയിലോട്ട് കയറി ചെല്ലാണ് നയനയും ദേവയാനിയും. ദേവയാനി നല്ല കെയർ ചെയ്തായിരിക്കും നയനെ ഉള്ളിലോട്ട് കയറ്റുന്നത്. ഇത് കണ്ട് രേവതിയും അനാമികയും ജാനകിയും ഒക്കെ വരുന്നുണ്ട്. ഹോ, വന്നോ വല്യമ്മേ? വല്യമ്മ എന്തിനാ ഇവളെ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നേ? വല്യമ്മയല്ലേ ഇവള് താങ്ങി പിടിച്ചു കൊണ്ടുവരണ്ടേ? ഇതിപ്പോ വല്യമ്മയാണല്ലോ ഒക്കെ ചെയ്യുന്നേ എന്ന് അനാമിക ചോദിക്കാണ്. ദേ അനാമികെ, മോളിപ്പ കയറി വന്നിട്ടേ ഉള്ളൂ. അതിനു മുൻപ് നീ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ നയന അവിടെ വന്ന് ഇരിക്കുകയാണ്. ദേവയാനി ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കയറി വരികയാണ്. നയനമോൾ എപ്പോഴാ എത്തിയേ? ദേവയാനിയാണോ കൊണ്ടുവന്നത്? ആ അച്ഛാ, ഞാനാ മോളെ വിളിച്ചോണ്ട് വന്നത്. എന്താ ദേവയാനി, നിനക്ക് എന്ത് തോന്നി? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീയാണ് മോളെ വിളിച്ചോണ്ട് വന്നേന്ന്. അച്ഛാ, ഞാൻ തന്നെയാ വിളിച്ചോണ്ട് വന്നത്. എന്റെ മരുമകളെ എന്റെ കൂടെയാ നിൽക്കേണ്ടത്. എന്തായാലും നന്നായി മോള് തിരികെ എത്തിയല്ലോ. മോളില്ലാത്ത കാരണം ഇവിടെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരുന്നെടുത്ത് തരാനും ഇടയ്ക്കിടയ്ക്ക് ചായയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും മോളുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിലും ഇവളിവിടുത്തെ ഒരു വേലക്കാരത്തിയല്ലേ. അതുകൊണ്ട് തിരികെ കൊണ്ടുവന്നതായിരിക്കും വല്യമ്മ. അല്ലേ വല്യമ്മേ? ഇവിടെ എന്തൊക്കെ ജോലികളാ ചെയ്യാൻ? നീ ഇല്ലാത്ത കാരണം ഇവിടെ എല്ലാവരും കഷ്ടപ്പെടുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിക്കാരിയെ വെക്കണ്ടേ? ജോലിക്കാരിയെ വെച്ചാല് 10-9,000 രൂപയൊക്കെയാ ഇപ്പൊ ശമ്പളം ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ലാഭിക്കാലോ. നിനക്കാവുമ്പോ പൈസയും തരാതെ നീ പണിയെടുത്തോളും. അതുകൊണ്ട് വല്യമ്മ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നിർത്തടി, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞോ ഇവളെ വേലക്കാരത്തിയായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? നിങ്ങളുടെയൊന്നും അടിമപ്പണി ചെയ്യാനല്ല ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വയം ചെയ്യുക. അല്ലാതെ നയനയോട് ഇനി ആജ്ഞാപിക്കാൻ നിന്നാൽ ഈ ദേവയാനി ആരാണെന്ന് നിങ്ങൾ അറിയും.
പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. അതെല്ലാം ഞാൻ വഴിയേ പറയാം. ഇപ്പം ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല. എന്തായാലും ആദർശേ, ഇവിടെ ഒരാളെ വെക്കണം ജോലിക്കായിട്ട്. അടുക്കള ജോലിക്കല്ല, നയനമോളുടെ കാര്യവും എൻ്റെ കാര്യവും നോക്കാൻ ഒരാളെ വെക്കണം. ഇനി നയൻ എവിടെ ജോലിയൊന്നും ചെയ്യണ്ട. ഇതിപ്പോ വല്യമ്മ പറയുന്ന കേട്ടാ തോന്നുമല്ലോ അവൾക്കാണ് ഓപ്പറേഷൻ കഴിഞ്ഞതെന്ന്. വല്യമ്മയ്ക്കല്ലേ വേണ്ട റെസ്റ്റും കെയറിംഗ് ഒക്കെ വേണ്ടത്. എന്തിനാ ആ കൂട്ടത്തില് അവളെ കൂടെ റെസ്റ്റ് എടുപ്പിക്കുന്നേ? അവളോട് നോക്കാൻ പറ വല്യമ്മയെ. എന്തിനാ വെറുതെ ഹോം നേഴ്സിനൊക്കെ വെക്കുന്നേ? നിന്റെ അച്ഛന്റെ കയ്യിലെ പൈസ കൊണ്ടൊന്നല്ലല്ലോ ഇവിടെ ഹോം നേഴ്സിനെ വെക്കുന്നത്. അതുകൊണ്ടേ നീ അതിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. വാ നയനെ, റൂമിലോട്ട് പോവായെന്നും പറഞ്ഞ് നയനയെ കൂട്ടി ദേവയാനി പോകുന്നുണ്ട്. കൂടെ ആദർശം പോവാണ്. ജലജയും ജാനകിയും അനാമികയും രേവതിയൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒന്ന് ഇതിൻ്റെ ഇടയിലുണ്ട്. വല്യമ്മ ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. എനിക്കും തോന്നി ഏട്ടത്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണോ എന്ന് ജാനകിയും പറയാണ്. ആദർശേ, നീ പറഞ്ഞ കാരണ ഞാൻ ആരോടും കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. എന്റെ ജീവൻ രക്ഷിച്ചത് നയനമോളാണെന്ന് ഞാൻ ആരോടും പറയാത്തതിന്റെ കാരണം നീ ഒറ്റൊരാളാ. നയനയൊന്ന് ഓക്കെ ആയതിനു ശേഷം എല്ലാവരോടും പറയാമെന്ന് കരുതി. അതുമാത്രമല്ല, മുത്തശ്ശന് പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടുകൂടിയാ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഇപ്പം ആരോടും പറയണ്ട എന്ന്. ഞാൻ തന്നെ മുത്തശ്ശനോട് സാവകാശം എല്ലാം പറഞ്ഞോളാം. നവ്യാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. ഇനി അമ്മായി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താനായിരിക്കോ എന്നൊക്കെ നവ്യയുടെ മനസ്സിലുണ്ടായിരിക്കും. നവ്യയ്ക്ക് അറിയില്ലല്ലോ നവ്യ സംസാരിക്കുന്നൊക്കെ ദേവയാനി കേട്ടിട്ടാണ് നയനയെ വിളിക്കാനായിട്ട് പോയതെന്ന്. അങ്ങനെ പിന്നീട് നയനയുടെ അടുത്തോട്ട് നവ്യ ചെല്ലുന്നുണ്ട്. നയനെ, നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഈ സാഹചര്യത്തില് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിന്നാ മതിയായിരുന്നില്ലേ? അമ്മായി വന്ന് വിളിച്ചെന്ന് കരുതിയിട്ട് അപ്പൊ തന്നെ ഓടിപ്പോവേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും മനസ്സിലുണ്ടായിരിക്കും. ആ അനാമികയും ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്ത വല്ല ഐഡിയ ആയിരിക്കും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി കഷ്ടപ്പെടുത്താനായിട്ട്. നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ആ നന്ദു ഉണ്ടായിരുന്നില്ലേ അവിടെ? നന്ദു എങ്ങനെ നിന്നെ പറഞ്ഞു വിട്ടത്? ഈ സമയത്ത് നയന പറയുന്നുണ്ട്, ചേച്ചി പതുക്കെ പറ. ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അമ്മ അറിഞ്ഞ കാരണ എന്നെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നത്. ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല. അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടാ. നയനെ, എങ്ങനെ അറിഞ്ഞെന്നാ പറയുന്നേ? ചേച്ചി എന്നോട് സംസാരിച്ചതെല്ലാം അമ്മ കേട്ടു. അതുകൊണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെയാ എന്നെ വിളിക്കാനായിട്ട് വന്നത്. ഇപ്പോൾ പഴയ അമ്മയൊന്നുമല്ല, നല്ല മാറ്റമുണ്ട്. അമ്മയുടെ മാറ്റം കണ്ട് എനിക്ക് തന്നെ ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത്. ഞാൻ കരുതി ഇവിടെ കൊണ്ടുവന്ന് നിന്നെ കഷ്ടപ്പെടുത്തുമെന്ന്. നിന്റെ നല്ല മനസ്സിന് നിന്നെ ദൈവം കൈവിടില്ല. അതുകൊണ്ടല്ലേ അമ്മായി തന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞത്. അങ്ങനെ പിന്നീട് ദേവയാനി നയനയുടെ റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നയനോട് പറയുന്നുണ്ട്, നിന്നോട് ഡോക്ടർ എന്താ പറഞ്ഞിട്ടുള്ളത്? നല്ല ഭക്ഷണം കഴിക്കണമെന്നാ. നേരത്തിന് മരുന്നും കഴിക്കണമെന്നൊക്കെ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്താ ഭക്ഷണം മുഴുവൻ കഴിക്കാത്ത? ഇനി ഞാൻ വാരി തരണോ? അയ്യോ വേണ്ടമ്മേ, എനിക്ക് മതിയായ കാരണാ. നീ എന്താ എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നേ? അല്ല, അമ്മ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നോക്കിപ്പോയതാ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ഈയൊരു ജീവിതത്തിൽ ഞാൻ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിന്നോട് മാത്രം. അതുകൊണ്ട് എന്നും ഞാൻ നിനക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് നയനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നയനയ്ക്ക് ഒരുപാട് സങ്കടാവുകയാണ്. നയന കരയുന്നുണ്ട്.